ഈ കാണുന്ന മാസ്റ്റർ എഡ്ജ് 125 കാണാൻ എങ്ങനെയുണ്ട്, ലുക്കല്ലേ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഗോവ വരെ പോയായിരുന്നു. അപ്പം കുറച്ച് അത്യാവശ്യം സ്പീഡൊക്കെ എടുത്തായിരുന്നു. കാരണം എനിക്ക് ഈ ഒരു വണ്ടിയിൽ എവിടെ പോകാനും നല്ല കോൺഫിഡൻസ് ആയിരുന്നു. എത്ര ദൂരെ പോവുകയാണെങ്കിലും ഒരു കോൺഫിഡൻസ് ഈ വണ്ടി മുകളിൽ എനിക്കുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഗോവയിൽ പോയിട്ട് വരുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ചെറിയ രീതിയിൽ എൻജിൻ സ്മോക്ക് വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഞാൻ പേടിച്ചു. പിന്നെ ചെക്ക് ചെയ്ത് നോക്കിയപ്പം, അതായത് ആ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് വന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പം ചെറിയ രീതിയിലുള്ള എന്താ പറയുക ഓയിൽ ഒരു ബേണിങ് ഉണ്ട്. നമ്മുടെ ആ ഒരു എക്സോസ്റ്റിൽ നമ്മൾ നോക്കുന്ന നേരത്ത് നല്ല രീതിയിൽ ഓയിൽ ബേൺ ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വണ്ടിയിൽ അത്യാവശ്യം ഹിമാലയനൊക്കെ പിടിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. 3 വർഷമായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. 3 വർഷം കഴിഞ്ഞ് മേടിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 80,000 കിലോമീറ്ററായി, 80,000 പ്ലസ് ആയി. അപ്പോൾ ഈ ഒരു ഇഷ്യൂ കഴിഞ്ഞിട്ട് ഒരു 2 മാസമായി. കൂടുതൽ തന്നെ വണ്ടി ഓടിയിട്ടുണ്ട്. പക്ഷേ നല്ല രീതിയിൽ എന്താ പറയുക ഓയിലൊക്കെ ഞാൻ ടോപ്പപ്പ് ചെയ്തുകൊണ്ടാണ് വണ്ടി ഇപ്പം ഓടിക്കുന്നത്. കാരണം ഇതിൽ ഇനി എൻജിൻ പണിയെടുക്കാൻ വേണ്ടി നിന്നാൽ ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല എന്നാണ് ഗരാജിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. എന്താ പറയുക, ഇനിയൊരു ലഡാക്ക് ട്രിപ്പൊക്കെ പോകാൻ നേരത്ത് നമുക്ക് അടുത്തൊരു വണ്ടി നമുക്ക് നോക്കണം. ഈ വണ്ടിയിൽ പോകാൻ സാധിക്കത്തില്ല. എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ ഓടിക്കുന്ന ഈ ഒരു സ്കൂട്ടറിൽ തന്നെ പോകണമെന്ന്. കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ ആഗ്രഹം ഇനി സാധിക്കത്തില്ല. അടുത്ത വണ്ടി നോക്കിയേ പറ്റൂ. അതുമാത്രമല്ല ഈ ഒരു വണ്ടിയിൽ ലുക്ക് വൈസ് ആണെങ്കിലും അല്ലാണ്ട് മറ്റ് പല കാര്യത്തിലും ഒരു കംഫർട്ട് ആണെങ്കിലും നമ്മൾ വണ്ടി ഓടിക്കുന്ന നേരത്ത് അത് ഫീൽ ആവും. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഈ ഒരു വണ്ടീൻ്റെ മുകളിൽ. ഇതിൻ്റെ ഒരു പെർഫോമൻസ് ആണെങ്കിൽ അങ്ങനെ. പിന്നീട് എനിക്ക് മനസ്സിലായി, അതായത് ഇതിന് ഒരു ഡ്യൂറബിലിറ്റി ഇല്ല. എൻജിനെ സംബന്ധപ്പെട്ടായിട്ടുള്ള ഗിയർ ബോക്സ് ആയിട്ടും അങ്ങനെയൊക്കെ 1 by 8 കുറച്ച് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ബെയറിങ്ങിലാണെങ്കിലും കഴിഞ്ഞ ഞാൻ 3-4 മാസം മുമ്പ് ഊട്ടി കൊടൈക്കനാലൊക്കെ ഈ വണ്ടി തന്നെയാണ് ഞാൻ ട്രിപ്പ് പോയിട്ടുള്ളത്. പക്ഷേ അന്നൊക്കെ എന്ന് പറയുന്ന നേരത്ത് ഇറങ്ങുന്ന ആ ഒരു ദിവസം തന്നെ എനിക്കൊരു ബെയറിങ്ങിൻ്റെ ഇഷ്യൂ വന്നായിരുന്നു. അത് വന്നപ്പം ട്രിപ്പൊക്കെ ക്യാൻസൽ ചെയ്യാന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എന്താ പറയുക, ഗാരേജിലൊക്കെ കൊണ്ടുപോയി ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ സോർട്ട് ചെയ്ത് അന്ന് തന്നെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്തു. മാത്രമല്ലാണ്ട് ഈ ഊട്ടിക്ക് പോകുന്ന വഴി കൽഹട്ടി എന്ന് പറഞ്ഞ ഒരു ഗാർഡ് സെക്ഷനുണ്ട്. അത്യാവശ്യം നല്ല കയറ്റൊക്കെയാണ് അങ്ങോട്ട്. അപ്പോൾ അങ്ങോട്ട് 2 പേര് ഇരുത്തിക്കൊണ്ട് പില്ലിയനെ ഇരുത്തിക്കൊണ്ട് ഈ ഒരു വണ്ടി കയറുന്നില്ല. അപ്പോൾ മനസ്സിലായി ഈ വണ്ടിയുടെ പ്രശ്നം എന്താണ് മെയിനായിട്ട്. അപ്പോൾ അത്രയും എന്താ പറയുക കുറച്ച് പവർ ഇഷ്യൂസ് ഈ വണ്ടി ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ലോങ് റൈഡൊക്കെ പോകുന്ന നേരത്ത് എനിക്കൊരു 60-ലൊക്കെ ഈസി ആയിട്ട് വലിയൊരു എഫർട്ട് ഇല്ലാണ്ട് ഒരു കംഫർട്ടിൽ എനിക്ക് ഓടിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ പെട്ടെന്നാണ് ഈ ഒരു ഇഷ്യൂ ഇങ്ങനെ വന്നത്. ഞാൻ ആക്ച്വലി 60,000-70,000 കിലോമീറ്റർ വണ്ടി റണ്ണായാലും കുഴപ്പമില്ല, ഹിമാലയത്തിലോട്ട് ലഡാക്കിലോട്ട് പോകാനുള്ള പ്ലാനിങ്ങിലായിരുന്നു ഈ വണ്ടി തന്നെ. പക്ഷേ അത് ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് ഈ പർട്ടിക്കുലറായിട്ട് ഹീറോയുടെ ഈ ഒരു വണ്ടിയുടെ മുകളിൽ മാത്രമല്ല, അത്യാവശ്യം എന്താ പറയുക എല്ലാം ഈ ഒരു കമ്പനിയുടെ ആൾമോസ്റ്റ് എല്ലാ വണ്ടികൾക്കും ആ ഒരു ഇഷ്യൂസുണ്ട്. പല രീതിയിലുള്ള പല ഇഷ്യൂസുണ്ട്. ഈ പർട്ടിക്കുലർ ഈ മോഡലിൽ ഒരുപാട് ഇഷ്യൂസുണ്ട്. ഷോറൂമുകാർ തന്നെ പറഞ്ഞു ഈ ഒരു വണ്ടി മോഡൽ വാങ്ങണ്ടാണ്. പക്ഷേ എനിക്ക് പഴയൊരു വണ്ടി ഞാൻ ഏകദേശം 120cc-യുടെ 110cc-ൻ്റെയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് അത്യാവശ്യം നല്ലൊരു ഏകദേശം ഒരു 60,000 കിലോമീറ്റർ വരെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ല, നല്ലൊരു കംഫർട്ടൊക്കെ ഉണ്ടായിരുന്നു അധികം ദൂരം യാത്രയൊക്കെ പോകാൻ നേരത്ത്. അതുകൊണ്ടാണ് ഞാനിത് സെലക്ട് ചെയ്തത്. കാരണം ഇത് മൾട്ടി പർപ്പസാണ്. നമ്മളിപ്പം വീട്ടിലോട്ടൊരു വണ്ടി എന്ന് പറയുമ്പം സാധനങ്ങൾ മേടിക്കാൻ അങ്ങനെ പല കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ പറയുക ഒരു പാർട്ട് ടൈം ജോബൊക്കെ പോകാൻ നേരത്ത് ഒരു സ്കൂട്ടറിൻ്റെ ആവശ്യമുണ്ട് എന്തായാലും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ രണ്ടും. ഇത് നമ്മുടെ മൈൻഡാണല്ലോ, അധികം ദൂരം പോകാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ. അത് വണ്ടിയുടെ മുകളിൽ ഡിപ്പെൻഡല്ല. പക്ഷേ ഈ വണ്ടിയിൽ ഡിപ്പെൻഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ നിലവിൽ ഫേസ് ചെയ്യുന്നത്. ഒരു 50,000 കിലോമീറ്റർ വരെയൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് ഓടും. അതായത് അധികം ചിലവൊന്നും ഇല്ലാണ്ട് നമ്മുടെ പോക്കറ്റ് ഇരാണ്ട്. പിന്നെ ഞാൻ റൈഡ് ചെയ്യുന്നത് അത്രയും റഫായിട്ടൊന്നുമില്ല, സ്മൂത്തായിട്ട് റൈഡ് ചെയ്തുകൊണ്ടാണ് ഇത്രയും കാലം, അതായത് 80,000 കിലോമീറ്റർ ഇതുവരെ ഓടിയത്. ഇനി ഓടും, പക്ഷേ ഞാൻ എൻജിൻ പണിയെടുക്കാൻ തയ്യാറല്ല. തൽക്കാലത്തിന് ടോപ്പപ്പ് ചെയ്തുകൊണ്ട് ഓയിൽ ടോപ്പപ്പ് ചെയ്തുകൊണ്ട് അങ്ങനെ മാനേജ് ചെയ്ത് പോകും. പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു കമ്പനിയുടെ ടോപ്പ് മോഡലായ ഹീറോ എക്സ്പൾസിലും പല ഇഷ്യൂസും ഉണ്ട്. അത് എനിക്ക് എൻ്റെ ഫ്രണ്ട് ഒരാൾ യൂസ് ചെയ്യുന്നുണ്ട്. എക്സ്പൾസ് 200 ആണ്. 210 കുറിച്ച് അറിയത്തില്ല, കുറച്ചൊക്കെ കംപ്ലയിൻറ്റ്സ് അവിടെ ഇവിടെയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ 200-ലും ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ആ വണ്ടി മേടിച്ച് പിന്നെ സ്വസ്ഥമായിട്ടൊരു ലോങ് റൈഡൊക്കെ പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കറിയാം ആ ഒരു പ്രൈസിൽ അത്രയ്ക്കും ഓഫ് റോഡൊക്കെ ചെയ്യാൻ പറ്റാവുന്ന വേറെ ഒരു വണ്ടി ഇല്ല. പക്ഷെ എന്നാലും ഒരു ലോങ് റൈഡൊക്കെ പോകാൻ വേണ്ടി കുറച്ച് നമ്മളൊന്ന് ആലോചിക്കണം. ആ ഒരു വണ്ടിയിൽ ഒരുപാട് പേര് പോയിട്ടുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട് യൂസ് ചെയ്യുന്ന ആ ഒരു വണ്ടിക്ക് ഒരുപാട് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അതിൻ്റെ എന്താ പറയുക പാർട്സ് റീപ്ലേസ് ചെയ്യാൻ അതിൻ്റെ പുറകെ നടന്നിട്ടുള്ളൂ. ഒരു മനസ്സമ്മതനായിട്ട് ആ ഒരു വണ്ടിയിൽ റൈഡ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതാണ് പറഞ്ഞു വന്നത്. അപ്പം പർട്ടിക്കുലറായിട്ട് ഈ ഒരു മോഡലിൽ വണ്ടി നിങ്ങൾ വാങ്ങാൻ നേരത്ത് അത് നിങ്ങൾ ശ്രദ്ധിക്കണം.
ഈ ഒരു വണ്ടി ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ്. പിന്നെ ചെയ്യാൻ മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് പോസിറ്റീവായിട്ട് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് കണ്ടിട്ട് ഇനി ആരെങ്കിലും വാങ്ങാൻ നിന്നിട്ട് പണി കിട്ടണ്ടല്ലോ വിചാരിച്ചിട്ട് ഇതിനൊരു ക്ലാരിഫിക്കേഷൻ വേണമല്ലോ എന്തുകൊണ്ട് ഈ ഒരു വണ്ടി ഞാൻ ഒഴിവാക്കി എന്നുള്ള റീസൺ. അപ്പം അതാണ് മെയിനായിട്ടുള്ള കാരണം. ഇപ്പം നിലവിൽ വണ്ടി ഓടുന്നുണ്ട്, ഓടിയാൽ എവിടം വരെ ഓടുമെന്ന് പറയാൻ പറ്റത്തില്ല, അതാണ്. അപ്പം ഈ ഒരു മോഡലിലെ വണ്ടി നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നത് നല്ലത്. ഇതിനേക്കാളും ബെറ്ററായിട്ടുള്ള ഇപ്പം ടി വി എസ് ആണെങ്കിലും ഹോണ്ട ആണെങ്കിലും ഹോണ്ടയുടെ അത്യാവശ്യം എന്താ പറയുക ഒരു എൻജിൻ ലൈഫൊക്കെ നോക്കുന്നിടത്ത് ഹോണ്ട ആയിരിക്കും ബെറ്റർ. പക്ഷേ പാർട്സ് വൈസ് കുറച്ചൊക്കെ വീക്കാന്ന് തോന്നുന്നു. അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല. ഈ വണ്ടി 2-3 പ്രാവശ്യം ചെരിഞ്ഞിട്ടുണ്ട് ചെറിയ രീതിയിൽ. പക്ഷേ അപ്പോഴൊക്കെ ചെറിയൊരു സ്ക്രാച്ച് അല്ലാണ്ട് അങ്ങനെ എന്താ പറയുക ഔട്ട് സൈഡിലുള്ള ഈ ബോഡി പാർട്സൊക്കെ കുറച്ച് സ്ട്രോങ് ആണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം കംഫർട്ടാണ് ലോങ് റൈഡൊക്കെ പോകാൻ നേരത്ത്. പക്ഷേ എൻജിൻ സംബന്ധപ്പെട്ടായിട്ടുള്ള ഗിയർ ബോക്സ് അങ്ങനെ ബെയറിംഗ് ഇഷ്യൂസ് അങ്ങനെ 1 by 1 ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട്. നമ്മൾ ദൂരെ യാത്ര ചെയ്യുന്ന നേരത്ത് ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് തന്നെയായിരിക്കും. ഇത് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തേ ഉള്ളൂ. കാരണം എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. മൊത്തത്തിൽ പറഞ്ഞെങ്കിൽ എന്താ പറയുക, ഞാൻ ഹീറോ ആയിരുന്നു ആദ്യം യൂസ് ചെയ്തത്, വീണ്ടും ഹീറോയിലോട്ട് വന്നു. അപ്പോൾ ആദ്യം എനിക്കത്ര ഫീൽ ആയിട്ടില്ല. കാരണം ഞാൻ ഫ്രണ്ടിൻ്റെ അടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടി വണ്ടി കൊടുത്തിരുന്നു. അപ്പോൾ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നാണ് ആ ഒരു വണ്ടിയുടെ ഒരു എന്താ പറയുക കാലാവധി തീർന്നത്. എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്തില്ല, അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ. അങ്ങനെ വിചാരിച്ചിട്ടാണ് വീണ്ടും പെട്ടെന്നൊരു ഇതിൽ ഹീറോ തന്നെ ഞാൻ സെലക്ട് ചെയ്തത്, സെയിം മോഡൽ തന്നെ സെലക്ട് ചെയ്തത്. എന്തായാലും ഇത്ര നാൾ ഓടി തന്നെ വലിയ കാര്യമാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഞാനത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത ഒരു ബ്രാൻഡ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നിടത്ത് എപ്പോഴും ആലോചിക്കുക, നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ചിട്ടുള്ള വണ്ടി നോക്കുക, നല്ല രീതിയിൽ തൈ സപ്പോർട്ട് ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ലോങ് റൈഡൊക്കെ പോകുന്നിടത്ത് നല്ല രീതിയിൽ മടുക്കും. നിങ്ങളുടെ ഹൈറ്റൊക്കെ നോക്കിയിട്ട് വേണം വണ്ടി സെലക്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, താങ്ക് യു.